നമ്മുടെ ഫോണിനകത്തുള്ള ഗൂഗിൾ ക്രോം ഉപയോഗിക്കാൻ പഠിച്ചാൽ മാത്രം പോരാ, ഇതിനെ നിയന്ത്രിക്കാൻ കൂടി മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ ജീവിതത്തിൽ പല പ്രതിസന്ധികളും നമ്മൾ നേരിടേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ ഈ ക്രോം ബ്രൗസറിനുള്ള പെർമിഷനുകളൊക്കെ നമ്മൾ സന്ദർശിക്കുന്ന എല്ലാ വെബ്സൈറ്റുകൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മൾ ഓരോ വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്ന സമയത്ത് നമ്മളോട് ചില പെർമിഷനുകൾ ആ വെബ്സൈറ്റ് ചോദിക്കാറുണ്ട്. അത് എന്താണെന്ന് പോലും തിരിച്ചറിയാതെ നമ്മളത് അലോ കൊടുക്കാറുണ്ട്. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്തെന്നാൽ നമ്മളിപ്പോൾ ഒരു ക്യാമറയുടെ പെർമിഷനാണ് നൽകിയിരിക്കുന്നതെങ്കിൽ ഭാവിയിൽ നമ്മൾ സന്ദർശിക്കുന്ന എല്ലാ വെബ്സൈറ്റുകൾക്കും ക്യാമറ പെർമിഷൻ ഉള്ളത് കൊണ്ട് തന്നെ തത്സമയം നമ്മുടെ ചിത്രങ്ങൾ പകർത്താൻ സാധിക്കുന്നതാണ്. ഇത് വെറും ക്യാമറയുടെ മാത്രം പ്രശ്നമല്ല. നമ്മൾ ലൊക്കേഷൻ, ഓഡിയോ, പല പെർമിഷനുകളും ഇതുപോലെ കൊടുക്കാറുണ്ട്. ഇങ്ങനെ കൊടുക്കുന്ന പെർമിഷനുകളൊക്കെ എല്ലാ വെബ്സൈറ്റുകൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ക്രോം ബ്രൗസറിൽ പല വെബ്സൈറ്റുകൾ കയറി ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പല സ്വകാര്യ വിവരങ്ങളും ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കേണ്ട ഓപ്ഷൻ ഗൂഗിൾ ക്രോമിനകത്ത് തന്നെ ഉണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഓക്കെ, ആദ്യം നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വലതുഭാഗത്ത് മുകളിലുള്ള 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സെറ്റിംഗ്സ് ലഭിക്കുന്നതാണ്. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് വരിക. താഴെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. സൈറ്റ് സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ പെർമിഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻ കാണാം. ഇതിൽ പലതും ആസ്ക് എന്നും അലോ എന്നും ഒക്കെ ആയിരിക്കും ഉണ്ടാകുക. ഈ ആസ്ക് ഫസ്റ്റ് എന്ന് എഴുതിയാലും നിങ്ങൾക്ക് കുഴപ്പം തന്നെയാണ്. ചില വെബ്സൈറ്റ് സന്ദർശിക്കുന്ന സമയത്ത് ആ വെബ്സൈറ്റ് നിങ്ങളുടെ ക്യാമറ പെർമിഷൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അലോ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിന് പിന്നീട് നിങ്ങളുടെ അനുവാദമില്ലാതെ തന്നെ ക്യാമറ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. ഇത്തരത്തിൽ സൈറ്റ് നമ്മളോട് ചോദിക്കില്ല. നമ്മൾ ഇത് ഓൺ ചെയ്താൽ മാത്രമേ ക്യാമറ പെർമിഷൻ ലഭിക്കുകയുള്ളൂ. പക്ഷേ ഇതുകൊണ്ട് ബുദ്ധിമുട്ടും. ഇപ്പോൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ക്യാമറ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഓഫ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ മൈക്രോഫോണും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യുക. ആദ്യം ഞാൻ ലൊക്കേഷൻ ഓഫ് ചെയ്യുകയാണ്. ലൊക്കേഷനും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ക്യാമറ, അതുപോലെ തന്നെ മൈക്രോഫോൺ, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓഫ് ചെയ്തിടുക. എല്ലാം ഓഫ് ചെയ്യാൻ പാടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇനി ഇവിടെ നിങ്ങൾക്ക് ചില സെൻസറുകളൊക്കെ അലോ കൊടുത്തിട്ട് കാണാം. ഇത്തരം കാര്യങ്ങൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ റൊട്ടേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റിന് നമ്മൾ ഇതുപോലെ ഫോൺ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തിരിച്ചറിയില്ല. അപ്പോൾ വീഡിയോ ഒക്കെ ഫുൾ സ്ക്രീനിൽ കാണുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അത്തരത്തിൽ ഇതിൽ പലതും കാണാം. അതൊന്നും നിങ്ങൾ ഓഫ് ചെയ്യരുത്. പിന്നെ ഇനി ഓഫ് ചെയ്യേണ്ടത് ഇവിടെ ഫയൽ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ ഓഫ് ചെയ്തിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പെർമിഷനിൽ നിങ്ങൾ ഓഫ് ചെയ്യണം. ഇനി ഇവിടെ നിങ്ങൾക്ക് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് നിങ്ങൾ സൂക്ഷിച്ചിട്ട് മാത്രമേ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇതിലെ ചില കാര്യങ്ങൾ ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ നിങ്ങൾക്ക് അതൊന്നും വേണ്ടെങ്കിൽ എല്ലാം ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ട് ഓഫ് ചെയ്യേണ്ടത് ഇവിടെ പോപ്പപ്പ് UPS എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇത് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ബ്ലോക്ക് ചെയ്യാൻ പാടില്ലാത്തത് ഇവിടെ സൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇത് നമ്മൾ ഓഫ് ചെയ്താൽ നമ്മളിപ്പോൾ ഓൺലൈനിലൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സൗണ്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഈ കണ്ടന്റിലെ കാര്യങ്ങൾ സൂക്ഷിച്ചിട്ട് മാത്രമേ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇത് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ ബ്ലോക്ക് ചെയ്താൽ ചില വെബ്സൈറ്റുകൾ കുക്കീസ് അലോ കൊടുത്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ വീണ്ടും ഇത് ഓൺ ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങളും ഇതിൽ നിന്ന് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാതാവും. അത്തരം കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ തേർഡ് പാർട്ടി സൈൻ ഇൻ നമുക്ക് വേണ്ടെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ തേർഡ് പാർട്ടി സൈറ്റൊക്കെ സൈൻ ഇൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇത് ഓൺ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡിങ് ഓപ്ഷൻ ഉണ്ട്. ഇതും നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. പക്ഷേ ഇത് ഓഫ് ചെയ്താലുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മൾ ചില സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വേണം അത് ഡൗൺലോഡ് ആകാൻ. അത് ബ്ലോക്കായി കിട്ടും. പക്ഷേ ഇത് ഓഫാക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം സ്പൈവെയർ ഒന്നും നമ്മുടെ ഫോണിൽ ഈ ക്രോം വഴി ഡൗൺലോഡ് ആയി വരില്ല. അപ്പോൾ ഇത് ഓഫ് ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഇതിലുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ഡാറ്റ സ്റ്റോർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഇത് ഓപ്പൺ ചെയ്താൽ നമ്മൾ സന്ദർശിച്ചിട്ടുള്ള മുഴുവൻ വെബ്സൈറ്റിൻ്റെയും ലിസ്റ്റ് ഇതിനകത്ത് ഉണ്ടാവും. ഈ വെബ്സൈറ്റുകൾ നമ്മുടെ ഫോണിലെ വലിയൊരു MB ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം അലൻസോളിൻ്റെ സൈറ്റ് 141 MB എൻ്റെ അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഡിലീറ്റ് ഓൾ ഡാറ്റ കൊടുക്കാം. ഇങ്ങനെ ഡാറ്റ ഡിലീറ്റ് ചെയ്താൽ ആ വെബ്സൈറ്റ് ലോഡാകാൻ കുറച്ച് സമയം
സമയം എടുക്കും എന്നേ ഉള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ട് കളയാൻ പറ്റുന്നതാണ്. അതിനനുസരിച്ച് ക്രോം ബ്രൗസർ നിങ്ങൾക്ക് നല്ല പെർഫോമൻസും കിട്ടും, മെമ്മറി സ്പേസും കിട്ടും. അതുപോലെ തന്നെ ഇനി മുകളിലേക്ക് വരാം. സൈറ്റ് സെറ്റിംഗ്സിൽ ഏറ്റവും മുകളിലാണ് പറയുന്നത് ഓൾ സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് വെബ്സൈറ്റുകൾ കാണാൻ സാധിക്കും. ഇതൊക്കെ നിങ്ങൾ പല രീതിയിൽ സന്ദർശിച്ചിട്ടുള്ള വെബ്സൈറ്റുകളാണ്. ഇതിൻ്റെ എല്ലാ ഡാറ്റകളും കളയണമെങ്കിൽ ഇവിടെ ഡിലൈറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ മൊത്തം ഡാറ്റയും നഷ്ടപ്പെടുന്നതാണ്. പക്ഷേ നിങ്ങൾ പല സൈറ്റിലും ചിലപ്പോൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്തിട്ടുണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലേ, അതൊക്കെ നഷ്ടപ്പെടുന്നതാണ്. അതൊന്നും ആവശ്യമില്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രം നിലനിർത്തണമെങ്കിൽ ഇതിൽ നിന്ന് നോക്കിയിട്ട് ഓരോന്നായിട്ട് നിങ്ങൾക്ക് അറിയാത്ത സൈറ്റിൻ്റെതൊക്കെ ഇതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോൺ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഫോണല്ല, ക്രോം ബ്രൗസർ ഉപയോഗിക്കുമ്പോൾ ക്രോം ബ്രൗസർ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് മാത്രമേ ഗൂഗിളിൻ്റെ ക്രോം ബ്രൗസർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.